ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കടൽ വ്യൂസ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് എനിക്ക് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി ഞാൻ വിചാരിച്ച ഒക്കെ ഇങ്ങനെ പാറ്റേൺസൊക്കെ വരച്ചെടുക്കാമെന്ന് നോക്കിയപ്പോഴാണ് ഒരു ആക്രിമാട്രിസാണ് നമ്മളെ കണ്ടുപെട്ടത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഇതാദ്യം നമുക്ക് പറിച്ചെടുക്കാം. നല്ല പശയാണ്, ഇത് ഒരിക്കലും പറിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒന്ന് പറിച്ചെടുത്തു. ഇനി രണ്ടാമത്തെ പറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ ഇങ്ങനത്തെ ബാൻഡേജിൻ്റെ അല്ല ഒട്ടിപ്പിൻ്റെ സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു കംഫർട്ട് കോഫി, നമുക്ക് സ്ലീപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖമുള്ളൊരിതാണ്. അപ്പോൾ അതിൻ്റെ കവർ ഇട്ടപ്പോൾ കവറാണ് ഞാൻ എണ്ണിച്ചെന്നിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം, ഇതെന്നെ ഉപയോഗിച്ച് വിചാരിച്ചു. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ തപ്പട്ടെ. അപ്പോൾ നമുക്ക് കത്രിക ഇട്ടിട്ടുണ്ട്. നമ്മൾ കത്രിക വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, ഇത് ഇങ്ങനത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ A4 ഷീറ്റ് എടുത്താൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, ഇത് മുറിച്ചെടുക്കാന്ന് പറയുമ്പോൾ വലിയ സീനൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെടുത്ത് ഇതാണ് നമ്മുടെ സാധനം. ഈ കവർ നമുക്കിനി ഇവിടെ ആവശ്യമില്ല. ഈ ഒരു ബെഡ്ഷീറ്റാണ് നമ്മുടെ ഇന്ന് ഈ ഒരു സാധനം. സോ ഇത് പറിച്ചെടുത്തു. ഓക്കെ, ഇത് നമുക്കിന്ന് ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നെയിൽസിന് വേണ്ട പീസസ് മാത്രം നമുക്കൊന്ന് വെട്ടി മുറിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അവളെ സൈസൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സോ നമുക്ക് സ്കെയിൽ വേണം. ഓക്കെ, അപ്പോൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഓക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഒന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ഇത് വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ മാർക്കിങ്ങിനനുസരിച്ച് മുറിച്ച് കൊടുക്കാം. ഒരു നല്ലൊരു മറ്റേ വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റുന്ന സാധനം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും കൂടി ഒന്ന് വേണം മുറിച്ചെടുക്കണം. ഇത് നമുക്കൊരു പീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് നെയിൽസ് എൻ്റെ സൈസിന് മതിയാവുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെയിൽസ് എങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സ്റ്റിക്കറും ഒട്ടിച്ച് അല്ലെങ്കിൽ ഗ്രിഡൊക്കെ A4 ഷീറ്റിലൊക്കെ ആകുമ്പോൾ ഗ്രിഡൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി കൊണ്ടുവരും. ഇതാകുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സൈസിൽ ഇവിടെ ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഒരു നെയിലിന് ഏതാണ്ട് ഇത്രയും ഒരു സൈസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സൈസൊന്നും നോക്കി ഇങ്ങനെ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ റോളാക്കിയിട്ട് റോളാക്കി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയിൽസ് സെറ്റായിട്ടുണ്ട്. ഒരു നെയിലിങ്ങനെ ഇതിന്മേൽ സെല്ലോ ടേപ്പ് വെച്ചെടുത്താൽ നമ്മൾ നെയിൽസ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് റോളാക്കി കൊടുക്കുക. ഇനി അതിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. സെല്ലോ ടേപ്പ്
ഓക്കെ, സെല്ലോ ടോപ്പ് ഒട്ടിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നെയിൽ ഇങ്ങനെ നമ്മൾ കൈൻ്റെ സൈസിന് വെച്ചിട്ട് ഞാൻ ഒരു നെയിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ കൈൻ്റെ സൈസിന് വെച്ചിട്ട് ഓരോരോ നെയിൽസ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 10 നെയിൽസാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ 10 നെയിൽസ് ഉണ്ടാക്കാം. ഓക്കെ, 10 നെയിൽസ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 5 വിരലിനുള്ളതായി. ഇനി ഒരു 5 വിരലിനുള്ളത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെയിൽസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 കൈമേലുണ്ട് കേട്ടോ. ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് 2 കൈ കൂടെ കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, 2 കൈമേലുണ്ട് നെയിൽസ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതാ ഡിഫറെൻറ്റ് ഡിസൈൻസുമായി ഒത്തിരി ഗ്രിഡ്സ് ഒന്നും ആവശ്യമുണ്ടായിട്ടില്ല. നമുക്കിതിൻ്റെ ക്ലിപ്പ് ബോർഡ് ഉണ്ടാക്കണം. സോ നമുക്ക് ഈ നെയിൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും, നെയിൽസിൻ്റെ ബാക്കിയും ബ്ലൈൻഡ് ബാഗിൻ്റെയൊക്കെ. അപ്പം ഇന്ന് നമ്മൾ ഇന്ന് തന്നെ ഞാനിടും. ഇന്നൊരു ഈ ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേന് നമ്മൾ നെയിൽ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് രാവിലത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.